ഈ ടീമിന് മാത്രമേ പവറുള്ളൂ കേട്ടോ, ഈ ടീമിന് പവറില്ല. അസ്സലാമു അലൈക്കും. ഉഷാറായില്ലേ? അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവർക്കും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് സർട്ടിഫിക്കറ്റ്സ് കിട്ടി. ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത്? ഹാപ്പി ആണെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഹാപ്പി ആണെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ 2 ഗ്രൂപ്പാക്കുന്നു കേട്ടോ. നിങ്ങളെ പേര് മക്ക എന്നാണ്, നിങ്ങളെ പേര് മദീന എന്നാണ്. എന്താ നിങ്ങളെ പേരെന്താണ്? മക്കാരാണോ ഉഷാറ്, മദീനക്കാരാണോ നോക്കട്ടെ ഉഷാറ്. നിങ്ങളെ പേരെന്താണ്? മദീന. നിങ്ങളെ പേരെന്താണ്? ഉഷാറിൽ മക്ക ടീമാണ്. ഈ ടീമിൻ്റെ പേരെന്താണ്? മദീനക്ക് ഉഷാറ് കമ്മിയുണ്ടോ? ഒന്നുകൂടി. 2 ടീം ഉഷാറാണ്. അപ്പോൾ ഏത് ടീമാണ് ഉഷാറ് നോക്കട്ടെ. നിങ്ങൾ 2 കൊല്ലത്തോളം ഒരുപാട് പഠിച്ചു. ആ പഠിച്ചതൊക്കെ പിന്നെ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളത് അല്ലേ? പഠിച്ചവർക്കാണ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളത്. അപ്പം ഒരുപാട് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ കേട്ടോ. ചെക്ക് ചെയ്യണ്ടേ? ഇല്ലെങ്കിൽ അത് ഡ്രസ്സൊക്കെ ഊരുണ്ടോ, സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങും. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ടീച്ചേഴ്സ് പഠിച്ചതൊക്കെ നിങ്ങൾ പ്രാവർത്തികമാക്കുന്നുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഹാപ്പി വരുന്ന സമയത്ത് നമ്മൾ ചെല്ലേണ്ട വാക്ക് എന്താണ്? മക്കാർ വരട്ടെ, ഉറക്കനെ പറയേ. എല്ലാവരും ഒരു ക്ലാപ്പ് എടുത്ത് എല്ലാവർക്കും. ശവ. അപ്പം മക്ക ടീമിന് 5 പോയിന്റ് ഉണ്ട് കേട്ടോ. ഇനി മദീനക്കുള്ള ചാൻസ് ആട്ടോ. നിങ്ങളൊക്കെ സ്കൂളിൽ വരുമ്പോൾ അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ നിന്ന് ബസ് കയറുമ്പോഴൊക്കെ എല്ലാവരും നല്ല ഉഷാറായിട്ട് ഹാപ്പി ആയിട്ട് വണ്ടി കയറും അല്ലേ? കയറാറില്ലേ? സ്കൂളിൽ കയറുമ്പോൾ ഹാപ്പിയാണോ സാഡാണോ? ഹാപ്പിയാണോ? അതിന് മാർക്കില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ വണ്ടി കയറുമ്പം നല്ല ഹാപ്പി ആയിട്ട് വണ്ടി കയറുന്ന സമയത്ത് നമ്മൾ ചെല്ലേണ്ട ഒരു വാക്കുണ്ട് അല്ലേ? എന്താണത്? മാഷാ അല്ലാ. മദീനക്കാർക്ക് 5 പോയിന്റ്. ഓക്കെ. അപ്പം മക്കയും മദീനയും രണ്ടാളും ഗംഭീരമായിട്ട് മത്സരിക്കുകയാണ്. ആരായിരിക്കും വിജയിക്കും? മക്കാർ വിജയിക്കുമോ മദീനക്കാർ വിജയിക്കുമോ? നമുക്ക് ഉറപ്പില്ല. മക്കാർ വിജയിക്കുമോ മദീനക്കാർ വിജയിക്കുമോ? ഉറപ്പല്ലേ? മദീനക്കാർക്ക് ഉറപ്പില്ല. ഓര് പറഞ്ഞു ഓര് ജയിക്കും എന്നുള്ളത്. ആണോ? നോക്കാം. അപ്പം ഞാനിനി നിങ്ങൾ കുറേ ബൈത്തൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? കുറേ ദിക്റ് പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്യലുണ്ടോ? എന്നും ചെയ്യുമോ? അപ്പോൾ ഞാൻ ചോദ്യം വരും കേട്ടോ. അപ്പോൾ ഞാനിനി ഒരു ബൈത്ത് ചെല്ലുകയാണ്. ഈ ബൈത്തിന് ബൈത്ത് ചെല്ലിയാൽ 10 മാർക്കാണ്. 5 പോയിന്റ് മക്കാർക്കുണ്ട്, മദീനക്കാർക്ക് 5 പോയിന്റ് ഉണ്ട്. ബൈത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ 10 പോയിന്റ് കേട്ടോ. ഫുള്ളാക്കണം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. പൂരിപ്പിച്ചാലാണ് മാർക്ക് ഉണ്ട്. അപ്പോൾ 10 മാർക്ക് കേട്ടോ. പൂരിപ്പിക്കൂലേ? യെസ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചൊല്ലി ഹസ്ബി റബ്ബി. പോരെ ഉഷാറില്ല. ഹസ്ബി റബ്ബി മാ ഫീ ഖൽബി. 10 പോയിന്റ് ഇട്ട് കേട്ടോ. ഒന്നൊരു ഉഷാറല്ലേ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ്. അടിപൊളി ഉഷാറ. എല്ലാവരും കൈയെടുത്ത്. അപ്പോൾ ഈ മക്കാർക്ക് 10 പോയിന്റ് കിട്ടിയിട്ട് അപ്പോൾ നിങ്ങളാ ലീഡിങ്ങിൽ 15 പോയിന്റ് ആയിട്ടോ. ഇനി നിങ്ങൾ പാടുണ്ടോ നോക്കട്ടെ കേട്ടോ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരുമിച്ച് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ്. അപ്പോൾ ഇങ്ങൾക്കും 10 പോയിന്റ് കിട്ടി. അപ്പോൾ 2 പേരും ഭയങ്കര ഉഷാറ്. അപ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയതും ഡ്രസ്സ് കിട്ടിയൊക്കെ മുതലായിക്കണില്ലേ ടീച്ചറെ? മുതലായില്ലേ? ഉഷാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഒന്ന് പാടി വെക്കാം. ഒരുമിച്ച് പാടണം കേട്ടോ. അൽ അവ്വലു വൽ ആഖിറുഹു അല്ലാഹിറു വൽ ബാത്തിനുഹു ജല്ല ജലാലു സുബ്ഹാനു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പടി ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്.
20 പോയിന്റ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. അഴകിലും അഴകായി വാഴുന്ന അഹദവനിൽ പ്രിയനേകുന്ന അതിശയനൂറ് പൊഴിക്കുന്ന അംബിയ രാജ റസൂലുള്ളാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി. മോളെ പേരെന്താ? ഇസാമരെ അടിപൊളിയായിട്ട് ഉഷാറായി പാടിട്ടാ. അപ്പോൾ സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, സ്പെഷ്യൽ ഒരു അപ്രീസിയേഷൻ നിസാമരത്തിനുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായി പാടിയിട്ടുണ്ട്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പങ്കെടുത്തു. അപ്പോൾ ടീം എയും ടീം ബിയും രണ്ടുപേർക്കും പ്രത്യേകിച്ച് ഫസ്റ്റ് എന്ന് പറയാനില്ല. 2 ടീമും ഫസ്റ്റായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. പോരാ പോരെ, കൈ പിടിച്ച് യാ ഇൻഷാ അല്ലാ. അപ്പോൾ എന്തായാലും ടീച്ചേഴ്സ് മക്കളൊക്കെ രണ്ടാളും അടിപൊളിയാണ്, എല്ലാവരും ഉഷാറാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ്സും ഡ്രസ്സും ഒക്കെ അർഹമായ രീതിയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളതെന്ന് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങൾ ഒരുപാട് ദിക്റൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ LKG അല്ലെങ്കിൽ അൽബിർ കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പാടില്ല. നിങ്ങൾ വീട്ടിലെത്തിയാലും ഉമ്മാനോട് ഉപ്പാനോടൊക്കെ പറയണം, ദിക്ർ ചെല്ലണം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചെല്ലേണ്ട ദിക്ർ എന്താണ്? ചെല്ലൂലേ? എപ്പോഴും ചെല്ലൂലേ അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ചെല്ലേണ്ട ദിക്ർ എന്താണ്? ഫുള്ള് ചെല്ലുമോ? ഫുള്ള് ചെല്ലുമോ? മാഷാ അല്ലാ, വെരി ഗുഡ് ആണല്ലോ. ആയിക്കോട്ടെ. അപ്പം നമ്മളെപ്പോലത്തെ കുറേ കുട്ടികൾ ഒന്നും കിട്ടാതെ ലോകത്ത് പട്ടിണി കിടക്കുന്ന മക്കളൊക്കെ ഉണ്ട് അല്ലേ, മരിക്കുന്ന മക്കളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾക്കൊക്കെ അള്ളാഹു ഭക്ഷണം തരുന്നുണ്ട്. അപ്പോൾ അതിന് താങ്ക്സ് അറിയിക്കലാണ് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചൊരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ അൽബിർ കഴിഞ്ഞ് LPയിലേക്കോ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്കോ വേറെ സ്കൂളിലേക്കോ പോകുമ്പോൾ ഒഴിവാക്കണതല്ല. നിങ്ങൾ ഇത്രയും ടീച്ചേഴ്സ് ഒരുപാട് പഠിപ്പിച്ചു, ദിക്റുകൾ പഠിപ്പിച്ചു, ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് ചിട്ടപ്പെടുത്തി തന്നു. ഇതൊക്കെ നിങ്ങൾ ഉപയോഗിക്കൂലേ? ലൈഫിൽ അപ്ലൈ ചെയ്യൂലേ? എന്നിട്ട് വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഉമ്മാട് പറയാറുണ്ട്, ഉമ്മ ഞങ്ങളതൊക്കെ പഠിച്ചിട്ടുണ്ട്, ചെയ്യണമെന്നൊക്കെ പറയാറുണ്ടാ? പറയല്ലേ? പറയുന്ന ആൾക്കാരൊക്കെ ഒന്ന് കൈ ഉയർത്തിയേ. പഠിച്ച കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് ചെയ്യാനൊക്കെ ഉമ്മാടൊക്കെ പറയുന്ന ആൾക്കാർ. മാഷാ അല്ലാ, ഇപ്പം എല്ലാവരും മിടുക്കരാട്ടോ. അപ്പോൾ അള്ളാഹു എല്ലാവർക്കും അത് നിലനിർത്തി തരട്ടെ, ലൈഫിൽ എപ്പോഴും അപ്ലൈ ചെയ്യാനൊക്കെ സാധ്യമാവട്ടെ. എല്ലാവർക്കും ഈ ഒരു കോൺവെക്കേഷൻ്റെ 1000 ആശംസകൾ അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും.